എന്നെ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അമ്മുക്കുട്ടി, വീട്ടിലാരാ സഹായത്തിന്? എന്തിന്? അതിന്റെ ആവശ്യമില്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് ചുറ്റുവട്ടത്ത് മുഴുവൻ. ഒരു വിഷമവും ഇല്ല. ഒരിക്കൽ ഞാനൊരു കത്തയച്ചിരുന്നു, 2-3 കൊല്ലം മുമ്പ്. കിട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ള കത്തല്ലേ? ആവശ്യം എന്തിന്റെ ആവശ്യം എനിക്ക്? അതുകൊണ്ട് മറുപടി അയച്ചില്ല. നളിനി പ്രസവിച്ച ആൺകുട്ടിയാണെന്ന് കുറെ കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അപ്പൊ ഒരു കത്ത് എഴുതിയാലോ എന്ന് ആലോചിച്ചു. എന്നിട്ട് എന്താ എഴുതാഞ്ഞത്? മോന്റെ ഒരു ഫോട്ടോ അയക്കാൻ എഴുതിയാലോ എന്ന് വിചാരിച്ചു. ഇപ്പോഴാ കാണാൻ യോഗം ഉണ്ടായത്. ഓ, ഭയങ്കര ദുർവാശി, വികൃതി, അനുസരണ എന്നൊന്നില്ല. അവനെ നോക്കാൻ സമയമില്ല രണ്ടാക്കും. അതുകൊണ്ടാവും. എന്തോ എന്നോട് പെട്ടെന്ന് ലോഹിയായി. മിടുക്കനാ, അതിബുദ്ധിയാണ്, രാജേട്ടനെ പോലെ. അവനാണിപ്പോ വലിയ പ്രശ്നം. നളിനി വിദേശത്തേക്ക് പോകും കൂടെ ചെയ്താൽ. നോക്കണം. എന്ത് തിരക്കായാലും അവനെന്റെ കുട്ടികളെ നോക്കാൻ സമയമില്ലാണ്ടിരിക്കൂ. അവനെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയെന്ന് കേട്ടാൽ ഞാൻ ശപിക്കും. സത്യം, മുമ്പ് നീ ശപിച്ചിട്ടില്ല. ഇവളുടെ പ്രാന്തൊന്നും ഇപ്പോഴും മാറിയിട്ടില്ലെന്നാവും രാജേട്ടൻ ആലോചിക്കണം, അല്ലേ? പോയി കിടന്നോളൂ.